ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സലാലയിലെ മർബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ടു തീരാത്ത ഒരുപാട് ചരിത്രമുണ്ട് ഇവിടെ. അതിൽ നമുക്ക് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു ചരിത്രം പറഞ്ഞു തരാം. ഹദ്ദാദ് തങ്ങളും ഹദ്ദാദ് റാത്തീവും. അതെ, ഇതും ഒരു ചരിത്രമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹദ്ദാദ് തങ്ങളുടെ മക്ബറയിലാണ്. കേരളത്തിലെ മുസ്ലിമുകൾക്കിടയിൽ ഹദ്ദാദ് റാത്തീബ് വളരെ പ്രശസ്തമാണ്. അതിന്റെ ഉറവിടം 17-ാം നൂറ്റാണ്ടിൽ യമനിൽ ജീവിച്ചിരുന്ന വ്യക്തിയിൽ നിന്നുമായിരുന്നു. അതെ, BC 1634 ഓഗസ്റ്റ്. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തു വർഷം 1634 ഒരു തിങ്കളാഴ്ച തീരം പട്ടണത്തിനടുത്തുള്ള അൽ സുബൈർ എന്ന ഗ്രാമത്തിലായിരുന്നു ഇമാം അബ്ദുല്ലാഹിബിൻ അലവി അൽ ഹദ്ദാദ് ജനിച്ചത്. 4-ാം വയസ്സിൽ വസൂരി രോഗം ബാധിച്ചതിനെ തുടർന്ന് ഇമാമിന് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതിനൊന്നും കീഴ്പ്പെടാതെ ഇമാം ഇസ്ലാമിക കാര്യത്തിൽ അറിവ് നേടി. പ്രവാചക കുടുംബ പരമ്പരയിൽപ്പെട്ടിരുന്ന അദ്ദേഹം 140-ലധികം ഗുരുക്കന്മാരിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചത്. കടൽ കടന്നെത്തിയ പൈതൃകം എന്ന് മാത്രമേ നമുക്ക് ഇമാം ഹദ്ദാദിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. 18-ാം നൂറ്റാണ്ടിൽ കച്ചവടത്തിനും മതം പ്രചരിപ്പിക്കുവാനും കേരളത്തിലെത്തിയ ഹലറമി സയ്യിദന്മാരിലൂടെ ഇമാം ഹദ്ദാദിന്റെ ചരിത്രം കടൽ കടന്ന് കേരളത്തിലെത്തി. ഇതെല്ലാം ഒരു ചരിത്രമാണ്. ആ ചരിത്ര അടയാളങ്ങൾ ഇപ്പോഴും ഇവിടെയും കേരളത്തിലും നിലനിൽക്കുന്നുണ്ട്. മക്ബറയുടെ ഉൾവശത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല എന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്ബറയുടെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.